السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ ദീനി വിഷയങ്ങൾ ദ ഡെയിലി റിമൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രവിക്കുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘകാലം ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഈ വിശാലമായ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അവന് വഴിപ്പെട്ട് നാം ജീവിക്കണം. അള്ളാഹുവിനെ സ്മരിക്കാതെ, ഓർക്കാത്ത ഒരു മണിക്കൂറും ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ അദ്കുറുക്കും, നിങ്ങളെ ഞാൻ ഓർക്കും. അള്ളാഹുവിനെ സ്മരിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെ സ്മരിച്ചു കൊണ്ടേയിരിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും പല ടെൻഷനുകളും അനുഭവിക്കുന്ന ആളുകളാണ് നാമൊക്കെയും. നമുക്ക് അതിൽ നിന്നുള്ളൊരു പരിഹാരം, അതിൽ നിന്ന് നാം രക്ഷപ്പെടുക, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട്, അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലൽ കൊണ്ട് നമ്മുടെ മാനസികമായ ശാരീരികമായ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട്. അതിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, നമുക്കിന്ന് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, സ്മരണയിലേക്ക് മടങ്ങലല്ലാതെ വേറെ ഒരു മാർഗം ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വേറെ ഒരു മാർഗമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ സിമ്പിളായ പല ദിക്റുകളും മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല, നാളെ അത് മീസാനിൽ തൂക്കുമ്പോൾ വളരെ ഭാരമുള്ള ദിക്റുകൾ നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ നാവിൽ പറയാൻ വളരെ ഈസിയായ എളുപ്പമുള്ള രണ്ട് വാചകം, സഖീലത്താനി ഫിൽ മീസാൻ, നാളെ മീസാൻ എന്നുള്ള തുലാസിൽ തൂക്കുമ്പോൾ വളരെ ഭാരമുള്ള ആ രണ്ട് കലിമത്ത്, ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനിക്ക് വളരെ ഇഷ്ടമുള്ള ആ രണ്ട് ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ രണ്ട് ദിക്ർ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മാത്രമല്ല, നമ്മുടെ മീസാനിൽ വളരെ ഭാരമുള്ള ദിക്റാണ്. അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീക്ക് ചെയ്യട്ടെ. രാവിലെയും വൈകുന്നേരം നമുക്ക് ഈ ദിക്ർ ചൊല്ലാനുള്ള അവസരവും സമയവും നാം കണ്ടെത്തണം. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വളരെയധികം മഹത്വമുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ ഹദ്ദാദ് ചൊല്ലുന്ന എല്ലാ വിശ്വാസികളും, ഹദ്ദാദിന്റെ രണ്ടാമത്തെ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിന്റെ മഹത്വം ധാരാളം പറയാനുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്ത്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, മുതലും മക്കളും ദുന്യവിയായ ജീവിതത്തിന്റെ ഭംഗിയാണ്, അഴകാണ് എന്ന് പറഞ്ഞ് അല്ലാഹു പറയുന്നു, വൽ വാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നമുക്ക് നാളെ പാരിത്രിക ലോകത്തിൽ ബാക്കിയാകുന്നത് സ്വാലിഹത്തായ കർമ്മങ്ങളാണ്. ഈ സ്വാലിഹത്തായ കർമ്മങ്ങൾ ഏതാണ്?
എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പരിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിരീങ്ങളും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനം ചെയ്ത മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, വൽ ബാഖിയാത്തു സ്വാലിഹത്തായ അമൽ ഏതാണ് എന്ന ചർച്ച ചെയ്ത ആ സ്ഥലത്ത് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ്. ഇതാണ് വലിയ മഹത്വമുള്ള ദിക്ർ. നാളെ മഹ്ശറയിൽ, നാളെ പാരിത്രിക ലോകത്ത് നമുക്ക് വലിയ ഗുണം കിട്ടുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഈ ദിക്ർ ചൊല്ലണം. പ്രത്യേകിച്ചും ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾ ഇത് 3 പ്രാവശ്യം പറയാതെ ഉണ്ടാകൂല. അതെനിക്ക് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലലാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, നിങ്ങൾ സ്വർഗീയ പൂന്തോപ്പിലൂടെ കടന്നുപോയാൽ അവിടെ കയറി നിങ്ങൾ മേയണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ഞങ്ങളെ മേയേണ്ടത് നബിയെ, എന്താണ് ഞങ്ങളെ മേയേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സ്വർഗീയ പൂന്തോപ്പിൽ മേയണമെങ്കിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലണം. വലിയ സ്വർഗീയ ലോകത്തിൽ വലിയ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ പല സംസാരങ്ങളും സംസാരിച്ച് അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ സമുദായത്തിന് എന്റെ സലാം നിങ്ങൾ പോയി പറയണം. എന്നിട്ട് അവരോട് പറയണം, സ്വർഗീയ മണ്ണുണ്ടല്ലോ അത് വല്ലാത്ത പരിശുദ്ധമാണ് നബിയെ. സ്വർഗീയ വെള്ളമുണ്ടല്ലോ വല്ലാത്ത രുചിയുള്ളതാണ്. അതുപോലെ തന്നെ സ്വർഗീയ ചെടികളുണ്ടല്ലോ, സ്വർഗീയ മരങ്ങളുണ്ടല്ലോ, അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ചെടികളാണ് സ്വർഗീയ ലോകത്തിൽ കാണുന്ന ചെടികളും മരങ്ങളും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ ദിക്റിനും ഓരോ ചെടി അല്ലാഹു സ്വർഗത്തിൽ നടപ്പെടുന്നതാണ്, അല്ലാഹു നടുന്നതാണ്. സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും വൽഹംദുലില്ലാഹ് പറയുമ്പോഴും വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറയുമ്പോഴും ഓരോ ചെടികളും സ്വർഗീയ ലോകത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാൻ ഈ ദിക്ർ വലിയ കാരണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്. ഒരു ദിവസം റസൂലുള്ളാഹി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇലകളെല്ലാം ഉണങ്ങിയ ഒരു മരത്തിന്റെ അരികിലൂടെയാണ് റസൂലുള്ളാഹി നടന്നു പോകുന്നത്. റസൂലുള്ളാഹിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ മരത്തിനെ അടിച്ചു. ഉടനെ തന്നെ ആ മരത്തിലുള്ള എല്ലാ ഇലകളും ഓരോന്നോരോന്നായി ഉതിർന്നു വീണു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ മരത്തിലേക്ക് ഞാൻ അടിച്ചപ്പോൾ അതിലെ ഇലകൾ വീണതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, നിങ്ങളുടെ ശരീരത്തിന് ഉതിർന്നു വീഴുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹു ഭൂമി ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്വം നൽകിയ സ്ഥലമാണ് മക്ക. സ്ഥലത്തിനേക്ക് അള്ളാഹു മഹത്വം നൽകി. മാസങ്ങൾക്ക് അള്ളാഹു 4 മാസങ്ങൾക്ക് അള്ളാഹു മഹത്വം നൽകി. ദിവസങ്ങളെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചക്കാണ് മഹത്വമുള്ളത്. സമയങ്ങൾക്ക് മഹത്വം നൽകി. അങ്ങനെ ഓരോന്നിനും അള്ളാഹു മഹത്വം നൽകി. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 വചനത്തിനിക്ക് അള്ളാഹു വലിയ മഹത്വമാണ് നൽകിയത്. അതിൽപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 വചനത്തിനിക്ക് വലിയ മഹത്വമാണ് അള്ളാഹു നൽകിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാരാളം
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ നാം ചൊല്ലിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ മഹത്വമാണ്, സ്വർഗീയ ലോകത്തിൽ വലിയ മഹത്വമാണ്, വലിയ സ്ഥാനമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുവാൻ നാം സമയം കണ്ടെത്തണം. നമുക്കിന്ന് എല്ലാ വിഷമങ്ങളിൽ നിന്നും, ബേജാറുകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും കരകയറാനുള്ള ഒറ്റ മാർഗം അത് ദിക്റുകളും സ്വലാത്തുകളും മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി